അപ്പോൾ രാവിലത്തെ തിരക്ക് ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോൾ അടുത്ത പണിയെല്ലാം ഉണ്ട്. കുട്ടികൾ സ്കൂളിൽ പോയി കുട്ടികളൊക്കെ വണ്ടിയിൽ പോയി ഞാനും നാച്ചിയും തന്നെ ഉള്ളു കേട്ടോ. ഇനിയിപ്പോൾ ഓന് എൻ്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. കുറേ നേരം ഞാൻ വെയിലൊക്കെ കൊണ്ട് ചേരിയിൽ ഇങ്ങനെ ഇരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, ബാക്കിയുള്ള പണിയൊക്കെ ഞാൻ തന്നെ എടുക്കേണ്ടേന്ന്. എണീച്ച് വന്ന് അടുക്കളയിലൊക്കെ ഇപ്പോൾ ഒരു ലോഡ് പാത്രം ഉണ്ട് കേട്ടോ കഴുകാൻ. അതൊക്കെ പിന്നെ ഞാൻ വൃത്തിയാക്കിയിട്ട് അടിച്ചൊക്കെ വാരി ഇട്ടിരുന്നു കേട്ടോ. ഇപ്പോൾ ഷടപടേന്ന് പാത്രം എടുക്കണ തിരക്കിലാണ് കേട്ടോ ഞാൻ. ഞാച്ചി എൻ്റെ അടുത്ത് നിന്ന് എന്തൊക്കെയോ കാട്ടുണ്ട് ഓന്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓനെ നോക്കാനും പോകണം കേട്ടോ ഞാൻ. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന്, നല്ലൊരു വീട്. എനിക്കും അതുതന്നെയാണ് കേട്ടോ ആഗ്രഹം. എന്നാലും ഇതെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് കേട്ടോ. വലിയ കൊട്ടാരമൊന്നുമില്ലെങ്കിലും നമുക്ക് പാകത്തിനുള്ളൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇത് ഓൻ ഇറങ്ങിപ്പോണ്ട് ഓനെ നോക്കാൻ പോകണം. രാവിലെ ഒരു തിരക്ക് തന്നെയാണല്ലേ. ഈ പാത്രമൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ പരത്തിയിട്ടിരിക്കുന്നത്. എത്രയുള്ളത് ഇത് കഴുകാൻ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ബാക്കിയുള്ള പണികളെടുക്കാൻ. അടിക്കൽ തുടക്കൽ കഴുകൽ മുറലൊക്കെ കഴിഞ്ഞിട്ട് വേണം ചോറും കറിയാക്കാനുള്ള തിരക്ക്. സാധാരണ വീട്ടമ്മമാരുടെ അവസ്ഥ ഇതന്നെയല്ലേ എന്നും. അപ്പോൾ എന്തായാലും എൻ്റെ കഴുകലൊക്കെ ഏകദേശം കഴിയാൻ നോക്കണം കേട്ടോ. ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചേനി കേട്ടോ. ഇനി ബാക്കിയുള്ള പണികൾ എടുക്കണം.